തമിഴ്നാട്ടിൽ വിജയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ ചുമതലയേറ്റ് 15 ദിവസത്തിനുള്ളിൽ പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികൾക്കെതിരെ നടന്ന ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് വഴിവെച്ചിരിക്കുകയാണ്. മധുര മീനാക്ഷി ക്ഷേത്രത്തിന് സമീപം 17കാരനായ സ്കൂൾ വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ച സംഭവത്തിലും കോയമ്പത്തൂരിൽ 10 വയസ്സുകാരി ക്രൂരമായ പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവത്തിലും മുഖ്യമന്ത്രി വിജയ്ക്കെതിരെ പ്രതിപക്ഷ നിര ഒന്നടങ്കം കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പുതിയ സർക്കാർ തങ്ങളുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആഘോഷ മൂഡിൽ നിന്നും ഇതുവരെ പുറത്തു കടന്നിട്ടില്ലെന്ന് BJP നേതാവ് കെ അണ്ണാമലൈ ആരോപിച്ചു. ലഹരിമരുന്ന് കച്ചവടക്കാർക്കും ലൈംഗിക അതിക്രമം നടത്തുന്നവർക്കും കൊലപാതകികൾക്കും ഇപ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ലഭിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. DMK ഭരണകാലത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉണ്ടായിരുന്ന സുരക്ഷിതത്വമില്ലാത്ത അന്തരീക്ഷം ഇപ്പോഴും തുടരുന്നത് അതീവ ആശങ്കാജനകമാണെന്നും അണ്ണാമലൈ കൂട്ടിച്ചേർത്തു. അതേസമയം തമിഴ്നാട് നിയമസഭാ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിന് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാർ, ഇത് തമിഴ്നാടാണോ അതോ ഉത്തർപ്രദേശ് ആണോ എന്ന് ഉദയനിധി എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെ മുഖ്യമന്ത്രി വിജയോട് ചോദിച്ചു. തിരഞ്ഞെടുപ്പിന് മുൻപ് വീരവാദം മുഴക്കിയ വിജയ് ഇപ്പോൾ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. കോയമ്പത്തൂർ പീഡനക്കേസിന്റെ പശ്ചാത്തലത്തിൽ TVK സർക്കാരിന്റെ ക്രമസമാധാന പരിപാലനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് AIADMK നേതാവ് എടപ്പാടി കെ പളനിസ്വാമിയും രംഗത്തെത്തി. സ്ത്രീകളുടെ സുരക്ഷ തകർക്കുന്ന കാര്യത്തിൽ ഈ സർക്കാർ മുൻപത്തെ DMK സർക്കാരിന്റെ മറ്റൊരു പതിപ്പാണോ എന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കും തമിഴ്നാട്ടിൽ എവിടെയാണ് സുരക്ഷിതത്വമുള്ളതെന്നും അദ്ദേഹം ചോദിച്ചു. തനിക്ക് വോട്ട് ചെയ്യണമെന്ന് മാതാപിതാക്കളോട് ആവശ്യപ്പെടാൻ പറഞ്ഞ അതേ കുട്ടികൾ, ഞാൻ നിങ്ങളുടെ അമ്മാവനാണെന്ന് പറഞ്ഞ് അദ്ദേഹം സ്വാധീനിച്ച അതേ കുട്ടികൾ, അവർ ഇന്ന് ലൈംഗിക വേട്ടക്കാരുടെ കൈകളിൽ അകപ്പെടുന്നതും ക്രൂരമായി കൊല്ലപ്പെടുന്നതും നോക്കി രസിക്കുന്നത് ഒരു വികൃത സ്വഭാവമാണെന്നാണ് തമിഴ്നാട് BJP അധ്യക്ഷൻ നൈനാൻ നാഗേന്ദ്ര എക്സിൽ കുറിച്ചത്. ഇതിനിടെ ഒരു ഔദ്യോഗിക യോഗത്തിന് ശേഷം കോയമ്പത്തൂരിലെ പെൺകുട്ടിയുടെ കൊലപാതകത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തമിഴ്നാട് വ്യവസായ മന്ത്രി കീർത്തന ചിരിച്ചുകൊണ്ട് സംസാരിച്ചുവെന്നാരോപിച്ച് BJP വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ താൻ ഭരണപരമായ ചോദ്യങ്ങൾക്ക് മാത്രമേ മറുപടി നൽകൂ എന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഈ സംഭാഷണത്തിനിടെയാണ് മന്ത്രി ചിരിച്ചുകൊണ്ട് സംസാരിച്ചുവെന്ന് BJP ആരോപിച്ചത്. മന്ത്രി കീർത്തനയുടെ പ്രതികരണത്തിന് പിന്നാലെ വിജയ് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മറ്റൊരു വീഡിയോ കൂടി പുറത്തു വന്നിരുന്നു. 10 വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥ RV രമ്യ ഭാരതി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് തൊട്ടു മുൻപ് മറ്റ് ഉദ്യോഗസ്ഥരോട് ചിരിച്ചുകൊണ്ട് സംസാരിച്ചുവെന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത അനാസ്ഥയാണെന്ന് ചൂണ്ടിക്കാണിച്ച് പരക്കെ വിമർശനമുയർന്നു. ക്രമസമാധാന ചുമതലയുള്ള ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി വിജയ് നേരിട്ട് കൈകാര്യം ചെയ്യുന്നതിനാൽ ഈ സംഭവങ്ങൾ TVK സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഒരു സമീപകാല പോക്സോ കേസിന്റെ വിധിന്യായം ഉയർത്തിക്കാട്ടി സംഭവം നടന്ന് വെറും 3 മാസത്തിനുള്ളിൽ തന്നെ നീതി നടപ്പാക്കാൻ സാധിച്ചുവെന്നും നിയമത്തിന് കീഴിലുള്ള ദ്രുതഗതിയിലുള്ള നടപടികളുടെ ശക്തമായ തെളിവാണ് ഈ വിധിയെന്നും മുഖ്യമന്ത്രി വിജയ് എക്സിൽ കുറിച്ചു. ക്രമസമാധാന നിലയെ ചൊല്ലി പ്രതിപക്ഷ നേതാക്കൾ കടുത്ത വിമർശനം ഉന്നയിക്കുന്നതിനിടയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ സർക്കാർ ശക്തമായ നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് വ്യക്തമാക്കാൻ കൂടിയാണ് വിജയുടെ ഈ പോസ്റ്റ്.